വെൽക്കം ബാക്ക് ടു കുക്കുതുമി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു കുഞ്ഞു ട്രിപ്പിൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഗുണ്ടുപട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. പോകുമ്പോൾ തന്നെ കുറച്ച് ഒരു ബ്ലോക്ക് പെട്ടിട്ടോ നമ്മൾ. അപ്പം തന്നെ കുറച്ച് ലേറ്റൊക്കെ ആയിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് കഴിച്ചൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എത്തിട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ മാനിനെയാണ് കേട്ടോ കണ്ടത്. പിന്നെ അങ്ങനെ കുറേ മൃഗത്തിനെ കണ്ടീനു കേട്ടോ. പിന്നെ നമ്മൾ സൂര്യകാന്തിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഉച്ചയായപ്പോഴത്തേനും അവിടെ എത്തി. പക്ഷെ ക്ലൈമറ്റ് നേരം വെളുക്കാത്ത പോലെ ആയിരുന്നു. ഫുള്ള് കോട മൂടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല കോൾഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കേബേജിൻ്റെ തോട്ടത്തേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് 2-3 കുറേ കേബേജൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ അത് നല്ല ഫ്രഷോടെ നമുക്ക് ഒരു പറിച്ച് തരും കേട്ടോ. പിന്നെ അവിടെ മുളകിൻ്റെ തെയ്യും കേബേജിൻ്റെ തെയ്യും അങ്ങനെ കുറേ തെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുത്തെ പച്ചക്കറി കടയിലൊക്കെ പോയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കടയിൽ നമ്മൾ കയറി. അപ്പോൾ അതിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളിട്ടോ. ഞങ്ങൾ കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങിയിരുന്നു കേട്ടോ. നല്ല വില കുറവാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പച്ചക്കറി വാങ്ങി. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ചിലതൊക്കെ നമ്മൾ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ മുബാറക് ഹോട്ടലിൽ പോയിട്ടോ. അവിടെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ബീഫും ചിക്കൻ ഫ്രൈയും ആണ് അവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത് ബുസ്ക റൈസും പിന്നെ ബീഫിൻ്റെ ഫ്രൈയും ചിക്കൻ ഫ്രൈയും പൊറാട്ടയുമാണ്. അപ്പോൾ അങ്ങനെ അത് അടിപൊളി ഫുഡാട്ടോ അവിടുത്തത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. മുബാറക് ഹോട്ടലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചിട്ടോ.
പിന്നെ നേരെ പോയത് പൂപ്പലിക്കാട്ടോ. അവിടുന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ 15-ാം തീയതി വരെ പൂപ്പലുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ വന്ന് കാണാം കേട്ടോ. ലൊക്കേഷൻ വരുന്നത് വയനാട് അമ്പലവയലാട്ടോ. ഇനി നിങ്ങൾ തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും കേട്ടോ. പിന്നെ അവിടെ ഇഷ്ടം പോലെ സ്റ്റാൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ റൈഡ്സിലൊക്കെ കയറണം എന്ന് വിചാരിച്ച്, പക്ഷെ മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ അടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പൂപ്പടിയിൽ നിന്ന് ഇറങ്ങിട്ടോ. പൂപ്പടിയിൽ നിന്ന് ഇറങ്ങി നല്ല ടൈമായിരുന്നു, 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ നൈറ്റ്. അപ്പോൾ ഫുഡ് ഞങ്ങൾ വാങ്ങിയിട്ട് പുരയ്ക്ക് വന്നിട്ടാട്ടോ കഴിച്ചത്. മന്തി അൽഫാമും ആട്ടോ വാങ്ങിയത്.